എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട എസ്റ്റേറ്റ് ഭാഗത്ത് കുറേ മാലിന്യങ്ങൾ ഞാൻ കണ്ടു. വേസ്റ്റുകൾ, ഭക്ഷണ വേസ്റ്റുകൾ ഉണ്ടാകും തോന്നുന്നു. അതുപോലെ ഈ സ്ത്രീകളുടെ പാമ്പേഴ്സ്, കുട്ടികളുടെ സ്നെഗി പോലുള്ള എല്ലാ വേസ്റ്റുകളുണ്ട്. അത് കവറുകൾ കെട്ടിയ നിലയിലും അല്ലാതെയും ചാക്കിൽ കെട്ടിയ നിലയിലും കുറേ വേസ്റ്റുകളുണ്ട്. എനിക്കറിയില്ല, കുറേ വേസ്റ്റുകൾ വീഡിയോ കണ്ടാൽ അറിയാം. കണ്ടു. ഏകദേശം ഒരു 6 മാസം മുൻപ് തോന്നുന്നു, ഒരു 6 മാസമായിട്ടുണ്ടാവും. ഞാൻ അവിടുത്തെ ഒരു വേസ്റ്റിനെ കുറിച്ചൊരു അവിടുത്തെ ആ ഭാഗത്ത് വേസ്റ്റ് ഇട്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം കുറേ ആയിട്ട് വേസ്റ്റ് കണ്ടില്ല. ഇന്ന് ഏകദേശം 2 ദിവസമായി ഞാൻ വേസ്റ്റ് കാണുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ മുണ്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്നല്ല, അവിടെ ബസ്സൊന്നും കയറുന്നില്ല. ബസ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിയ സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടാനുള്ള ഒരു സംവിധാനം കണ്ടു, ഒരു കൂട് പോലെ. അതും കണ്ടു നോക്കാം. അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, ഈ വേസ്റ്റുകൾ കിടക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം, 2 വീഡിയോ കണ്ടു നോക്കാം. കണ്ടില്ല വേസ്റ്റ് കിടക്കുന്ന സ്ഥലം. ഞാൻ ഈ ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനത്തോടും കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വേസ്റ്റുകളെല്ലാം നമ്മുടെ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല, മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ പിഴ ഈടാക്കും, ശിക്ഷാ നടപടി നേരിടേണ്ടി വരും എന്നുള്ള വീഡിയോ കണ്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിത് വ്യക്തിപരമായിട്ട് ഇത് പറയുന്നത് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല, വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല. എൻ്റെ അഭിപ്രായമാണ്. ഒരു പൗരൻ, ഈ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ വേസ്റ്റുകളെല്ലാം ഇടാൻ സർക്കാർ ഒരു സംവിധാനം ചെയ്തുകൂടെ? ഇത്രയും വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടുവിടും സാർ? അതെല്ലാം ഈ വേസ്റ്റുകൾ ജനങ്ങൾ എവിടെ കൊണ്ടുവിടും? ഈ പാമ്പേഴ്സ്, സ്നെഗി പോലുള്ള ഈ സാധനങ്ങൾ നമ്മൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ പോലും കത്തില്ല.
പിന്നെ പറയും ഈ വേസ്റ്റുകളെല്ലാം കുഴിച്ചുകൊണ്ട് അവിടെ ഒരു വീട്ടിൽ കുഴിച്ച് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം മിക്ക വീടുകളിലും സ്ഥലം പോലും ഇല്ല. ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ പോലും സ്ഥലം പോലും ഇല്ല. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടായി. അവിടെ ഓരോ വേസ്റ്റുകൾ ഇടാനും, ഭക്ഷണ വേസ്റ്റുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ, ബോട്ടിലുകൾ ഇടാൻ ഒരു ബോക്സ്, കുറേ സംവിധാനം കണ്ടു അവിടെ. കവറുകൾ കഴുകിയിട്ട് കെട്ടി തൂക്കാനൊരു സ്ഥലം, എല്ലാം കണ്ടു. അതുപോലെ ഒരു സംവിധാനം ചെയ്തുകൂടെ? എന്തായാലും ഹരിതകർമ്മ സേനക്കാർ അവരൊക്കെ ഈ പ്ലാസ്റ്റിക് ഇത് കഴുകി വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ പൈസ കൊടുക്കുകയും വേണം, എന്നാൽ തന്നെ അവരെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹരിതകർമ്മ സേനയെ പോലുള്ള ഒരു സംവിധാനം, ഒരു സമാനമായിട്ടുള്ള സംവിധാനം കണ്ടുകൂടെ? ഈ വേസ്റ്റുകൾ അവിടെ ഓരോ വേസ്റ്റുകൾ ഓരോ സ്ഥലത്ത് ഓരോ ബോക്സുകൾ വെക്കുക. ഈ ഭക്ഷണ വേസ്റ്റുകൾ ഇടാനും, അല്ലെങ്കിൽ സ്നെഗ്ഗി വേസ്റ്റുകൾ ഇടാനും, പാമ്പ്, അതുപോലുള്ള ഓരോരോ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ കളക്ട് ചെയ്ത് അത് സംസ്കരിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തുകൂടെ? ഹരിതകർമ്മസേനയെ കൊണ്ട് എടുക്കണമെന്ന് വേണ്ട, അതുപോലെ സംവിധാനം ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഓരോ വീട്ടിൽ ഓരോ സംവിധാനം ചെയ്തു വയ്ക്കുക. ഇപ്പോൾ ഓരോ വീടുകളിൽ ഓരോ ഇതുപോലെ ഓരോന്ന് ഇട്ട് വയ്ക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു വയ്ക്കുക. എന്നിട്ട് ആഴ്ചയ്ക്ക് ഒരിക്കൽ വന്നിട്ട് ഹരിതകർമ്മസേനയെ കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ സംവിധാനം കൊണ്ടോ അത് കളക്ട് ചെയ്ത് കൊണ്ടുവയ്പ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു യൂസർ ഫീ നിങ്ങൾ ഈടാക്കുള്ളൂ, കുഴപ്പമില്ല. അല്ലാതെ സ്നെഗ്ഗി വേസ്റ്റുകൾ, മറ്റ് പാമ്പേഴ്സ് വേസ്റ്റ് എവിടെ കൊണ്ടുവിടും സാർ? ഇതെല്ലാം ഞാൻ പറയുന്നത് ഇപ്പോൾ ഭരണത്തിരിക്കുന്ന സർക്കാരിനോടും ഇനി വരാൻ പോകുന്ന സർക്കാരിനോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, സർക്കാർ സംവിധാനത്തോടു കൂടി ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലെ മെമ്പർമാരിൽ ജനപ്രതിനിധികൾക്ക് ഒരു സമിതി രൂപീകരിച്ച് ഇതിനൊരു പരിഹാരം കണ്ടുകൂടെ? ഈ ഗവൺമെൻറ്റിനോട്, ഈ പഞ്ചായത്ത് അധികൃതരോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ ഒരു സജഷൻ, ഒരു അഭിപ്രായം വെച്ചുകൂടെ ഇങ്ങനെ സംവിധാനം ചെയ്തുകൂടെ എന്നുള്ളത്? എത്ര ഉപകാരമായിരിക്കും. പർലി ഓവർ ബ്രിഡ്ജിനോട് ഭാഗത്തും കണ്ടു ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ കാര്യം സാർ? ക്യാമറ വെച്ചിട്ടില്ല, എന്താ കാര്യം സാർ? ഇതെല്ലാം ജനങ്ങളെ എവിടെ കൊണ്ടുവിടും? ഇതെല്ലാം വേസ്റ്റുകളെല്ലാം അതിനുള്ള സംവിധാനം കാണും നിങ്ങൾ. എന്നിട്ട് ആ സംവിധാനത്തിൽ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ പിഴ ഈടാക്കുക, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ നൽകും. നിങ്ങൾ ആദ്യം ജയിൽ ശിക്ഷ കൊടുക്കൂ. ഓരോന്നും വെക്കുന്ന സംവിധാനം കണ്ടു സാർ ഇത് നിങ്ങൾ. ഇപ്പോൾ ഹരിതകർമ്മസേനയെ കൊണ്ട് നിങ്ങൾ പൈസ എന്തായാലും നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ ഈ ഹരിതകർമ്മസേനയെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിതകർമ്മസേന വേസ്റ്റുകൾ കളക്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി തേച്ച് അലക്കി കൊടുത്താൽ മാത്രമേ അവരെ എടുക്കുകയുള്ളൂ. എന്നിട്ട് പൈസയും കൊടുക്കും വേണം. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുത്തില്ലെങ്കിൽ അവിടെ ടാക്സ് അടയ്ക്കാൻ പോയാൽ അത് ചെയ്യില്ല, നിങ്ങൾക്കത് പല ഒരു നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതുപോലെ സംവിധാനം ചെയ്തെന്താ സാർ ഇതെല്ലാം? ഇതുപോലെ ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തോന്നും. അത് അവരുടെ വെറും തോന്നൽ മാത്രമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കുകയല്ല. എൻ്റെ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആരും വിമർശിക്കാം. വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്നുള്ളൂ. ഒരു ജനപ്രതിനിധിയെ അവർ തെറ്റ് ചെയ്താൽ നമുക്ക് അവരെ വിമർശിക്കാം, വ്യക്തിപരമല്ലാതെ വിമർശിക്കാം. അത് അങ്ങ് ഇന്ത്യൻ മുതിർന്ന പൗരൻ, രാഷ്ട്രപതി മുതൽ ഇങ്ങത്തലത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ വരെ നമുക്ക് ജനപ്രതിനിധിയായ പഞ്ചായത്ത് മെമ്പറെ വരെ നമുക്ക് വിമർശിക്കാം. വ്യക്തിപരമായിട്ടല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരെ വിമർശിക്കാം. അവർ വിമർശിക്കപ്പെടേണ്ടവരാണ്. തെറ്റ് ചെയ്താൽ അവർ വിമർശിക്കപ്പെടേണ്ടവരാണ്. അല്ല, ജനപ്രതിനിധികളെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെയാണ് ഞാൻ വിമർശിക്കുന്നത്. അവർ ചെയ്യുന്ന തെറ്റ്, ഏത് ജനപ്രതിനിധി തെറ്റ് ചെയ്താലും ഞാൻ ചോദ്യം ചെയ്യും, അവരെ വിമർശിക്കും. വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും വിമർശിക്കില്ല.
എൻ്റെ ഒരു അഭിപ്രായമാണത്. ഇങ്ങനെ സംവിധാനം ചെയ്തുകൂടെ സാർ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ പോകാനിടയായപ്പോൾ അവിടെ കണ്ടു ഓരോന്നും ഇടാനുള്ള ഓരോ ബോക്സുകൾ കണ്ടു. അതുപോലെ ഓരോ സ്ഥലത്ത് വെച്ച് ചെയ്തുകൂടെ സാർ അത്? അല്ലെങ്കിൽ ഓരോ വീടുകൾക്ക് കൊണ്ട് കൊടുക്കുക, ഇന്ന വേസ്റ്റുകൾ ഇടാനും ഭക്ഷണ വേസ്റ്റ് ഇടാനും സ്നാക്ക് വേസ്റ്റ് ഇടാനും മറ്റു വേസ്റ്റ് ഇടാനും ഓരോ സംവിധാനം ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ കളക്ട് ചെയ്യൂ. അതിന് ഒരു ഹരിതകർമ്മസേനയെ പോലെ തന്നെ സമാനമായ സംവിധാനം കാണും. അവരെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കൂ. എന്നിട്ട് നിങ്ങൾ യൂസർ ഫീ ഈടാക്കും. ജനങ്ങൾ തരാൻ തയ്യാറാണ്. അല്ലാതെ നിങ്ങൾ ഇവിടെ മാലിന്യം കൊണ്ട് ഇടാൻ പാടില്ല, അവിടെ ക്യാമറയുണ്ട് ഈടാക്കും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ കുറേ യാതൊരു പണിയും ത്വരയില്ലാത്ത കുറേ സദാചാരമായി നടക്കുന്ന കുറേ സദാചാര ഗുണ്ടകളുണ്ട്. അവന്മാർക്ക് തന്നെ വേറെ പണിയൊന്നുമില്ല. എന്താണ് ഇത്, ആരാണ് പോകുന്നത്, എവിടെ പോകുന്നത്, എന്ത് ചെയ്യുന്നു, ഇതന്നെ പണി. അവരോടും കൂടി ഞങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാം ഈ വേസ്റ്റുകളെ എവിടെ കൊണ്ടിടും? ഈ സദാചാര ഗുണ്ടകൾ പറയുന്ന അവരുടെ വീട്ടിൽ കൊണ്ടിടാൻ പറ്റുമോ? ഇതെല്ലാം സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്ന ഗുണ്ടകളോട് ഞാൻ ചോദിക്കുന്നത്, ഈ വേസ്റ്റുകളൊക്കെ എവിടെ കൊണ്ടിടും? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിടാൻ പറ്റുമോ? നിങ്ങളുടെ സദാചാര ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് ഈ സർക്കാരിനോട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതേപോലുള്ള ഈ ഭക്ഷണ വേസ്റ്റുകൾ ഇടാനും മറ്റു വേസ്റ്റുകൾ ഇടാൻ സ്നെഗ്ഗി പോലുള്ള പാമ്പേഴ്സ് പോലുള്ള വേസ്റ്റുകൾ ഇടാനും ഒരു സംവിധാനം കാണും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു അഭിപ്രായം സർക്കാരിനോട് വയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് വെച്ച് ഇതിനൊരു പരിഹാരം കാണും നിങ്ങൾ.